നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസി. പ്രധാന വാർത്തകൾ. ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ നിന്നും കോഴിക്കോട്ടേക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചു. കോവിഡ് കാലത്ത് മുടങ്ങിയ സർവീസാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. HSLM MLA, PP ചിത്തരഞ്ജൻ MLA എന്നിവരുടെ നിരന്തര ഇടപെടലിലാണ് ബസ് സർവീസ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല നടത്തി. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുനിൽകുമാർ ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. HSLM MLA പുതുതായി നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ മികച്ച ലൈബ്രറിയന് സ്വീകരണം നൽകി. അമ്പലപ്പുഴ MLA HSLM സ്വീകരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ നിന്നും കോഴിക്കോട്ടേക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചു. കോവിഡ് കാലത്ത് മുടങ്ങിയ സർവീസാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. HSLM MLA, PP ചിത്തരഞ്ജൻ MLA എന്നിവരുടെ നിരന്തര ഇടപെടലിലാണ് ബസ് സർവീസ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ നിന്നും കോഴിക്കോട്ടേക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചു. കോവിഡ് കാലത്ത് മുടങ്ങിയ സർവീസാണ് ഞായറാഴ്ച മുതൽ പുനരാരംഭിച്ചത്. സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് MLA മാരായ HSLM, PP ചിത്തരഞ്ജൻ എന്നിവർ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർവീസിന് വീണ്ടും തുടക്കം കുറിച്ചത്. പകൽ 1:10 ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് രാത്രി 8:40 കോഴിക്കോട് എത്തിച്ചേരുന്ന ബസ് പുലർച്ചെ 3:20 കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് രാവിലെ 10:30 തിരികെ ആലപ്പുഴയിൽ എത്തിച്ചേരുന്ന നിലയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. HSLM MLA, PP ചിത്തരഞ്ജൻ MLA എന്നിവർ ചേർന്ന് ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൗൺസിലർ MG സതീദേവി, ATO A അജിത്, ഇൻസ്പെക്ടർ R രഞ്ജിത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വളരെ കാലമായി പല ദിവസത്തിലേക്ക് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആലപ്പുഴ കോഴിക്കോട്ടേക്ക് ഇവിടെ പറഞ്ഞതുപോലെ ഏതാണ്ട് കഴിഞ്ഞ വർഷം മുതൽ നിങ്ങൾ രണ്ടുപേരും അതിനുവേണ്ടി മന്ത്രിക്ക് കത്ത് കൊടുത്ത് പരിശ്രമിക്കുന്നതാണ്. പലപ്പോഴും വിദ്യാർത്ഥികൾ ഓടാൻ കഴിയുന്ന വാഹനത്തിൽ അറിയാതെയും പല സീസണിലായ ചില ഫെസ്റ്റിവൽ സമയത്തുണ്ടാകുന്ന കുറവുകൊണ്ടേ പ്രവർത്തനങ്ങളെ കരുതിയിരിക്കുകയാണ്. ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല നടത്തി. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുനിൽകുമാർ ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KS സുനിൽകുമാർ ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡിന്റെ സാന്നിധ്യം ആദ്യം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നുകൊണ്ട് അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും വ്യാപകമായി ഇത് ആഘോഷിച്ചതോടെ ഓട്ടോറിക്ഷയിൽ കയറാൻ തന്നെ ഏതാണ്ട് ഒരു വർഷക്കാലം ആളുകൾ ഭയന്നിരുന്ന അവസ്ഥയുണ്ട്. ലോക്ക്ഡൌണിന്റെ ഭാഗമായി നാടാകെ അടച്ചിടപ്പെട്ടപ്പോൾ ഓട്ടോറിക്ഷകളും ടാക്സി വാഹനങ്ങൾക്കും ഓടാൻ പെർമിറ്റ് തന്നെ നൽകിയിരുന്നു. കിട്ടിയ പെർമിറ്റോ ഒരു സമയം ഒരാളെ മാത്രം വച്ച് യാത്ര ചെയ്യും. നിരക്കോ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ നിശ്ചയിച്ചതിൽ നിന്ന് 1 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് 3 പകരം 5 ആളെ യാത്ര ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ ഒരാളെയും കൊണ്ട് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ യാത്രക്കാരനും അതുവഴി വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കും ഉടമയ്ക്കുണ്ടാകുന്ന നഷ്ടം. ആലപ്പുഴ ജെൻഡർ പാർക്കിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് MM ഷെരീഫ് അധ്യക്ഷനായി. യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് HSLM MLA, ജില്ലാ ജനറൽ സെക്രട്ടറി P. ഗാനകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK ചന്ദ്രൻ, CT വിനോദ്, ജില്ലാ ഭാരവാഹികളായ KP പ്രദീപ്, TS താഹ, P. വിശ്വനാഥപിള്ള, അഡ്വക്കേറ്റ് KB ഹർഷകുമാർ, S. വിനയചന്ദ്രൻ, റജീബ് അലി, ഷാജി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. എന്റെ കുട്ടിത്തോട്ടം എന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണം നടത്തി. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യം വെച്ചും ജൈവകൃഷി പ്രചാരം ലക്ഷ്യം വെച്ചും പരിസ്ഥിതി ജൈവകൃഷി പ്രചാരക സംഘടനയായ ഗ്രീൻ എർത്ത് ആലപ്പുഴയുടെ നേതൃത്വത്തിൽ ചേർത്തല ഹാപ്പി ഗോൾഡിന്റെ സഹകരണത്തോടെ വനിതാ ശിശു ആശുപത്രിയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്.
കുട്ടികളിലും മുതിർന്നവരിലും സ്ഥാപനങ്ങളിലും വിഷരഹിത പച്ചക്കറി ഉൽപാദന പ്രോത്സാഹനം ലക്ഷ്യം വെച്ചും ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായും സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണം നടത്തി. പരിസ്ഥിതി ജൈവ സംരക്ഷണ ജൈവ കൃഷി പ്രചാരണ സംഘടനയായ ഗ്രീൻ എർത്ത് ആലപ്പി നടപ്പാക്കുന്ന എന്റെ കുട്ടിത്തോട്ടം എന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചേർത്തല ഹാപ്പി ഗോൾഡിന്റെ സഹകരണത്തോടെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നടത്തിയ ചടങ്ങിൽ ഹാപ്പി ഗോൾഡ് മാനേജിംഗ് പാർട്ണർ അനീഷ് കുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തിക്ക് പച്ചക്കറി തൈകൾ കൈമാറി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫിറോസ് ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം എന്നോട് ഇതുപോലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്നോട് പറയുന്നതിന് മുമ്പ് എൻ്റെ ബ്രദറിനോട്, ചേട്ടനോടാണ് ഈ കാര്യം ഇതുപോലെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് പറഞ്ഞത്. അതിനുശേഷം ഇവിടെ രണ്ടുപേര് വന്നിട്ടുണ്ട്. ഓഫീസിലെ സ്റ്റാഫല്ല, അവരാണ് നമ്മുടെ ജൂവലറിലെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവർ വരാനാണ് സത്യത്തിൽ ഇരുന്നത്. അപ്പോൾ ഫിറോസ് ചേട്ടൻ പറഞ്ഞു, ഇല്ല ഞാൻ വരണം എന്ന് ഇതായിട്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. സത്യത്തിൽ ഇതുപോലെയുള്ള വേദിയിലൊന്നും ഇങ്ങനെ വന്ന് സംസാരിക്കാനോ ഒന്നും എനിക്ക് അറിയാനും മേല. പക്ഷെ ഇതുപോലെ ഈ ഒരു ജൈവ കൃഷി സത്യത്തില് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും വലിയൊരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അമ്മ, ഞാൻ ഈ ഒരു എന്ത് കൊടുത്താലും തൃപ്തി വരത്തില്ല, പക്ഷെ ഈ ഒരു ചെടി ഏതും ആയിക്കോട്ടെ, വഴുതന ഏതായിരുന്നു ഇത്? ഗ്രീൻ എർത്ത് ആലപ്പി ഡയറക്ടർ ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റർ ഫിറോസ് അഹമ്മദ് എ പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ കൌൺസിലർമാരായ പ്രഭ ശശികുമാർ, പി രതീഷ്, സിമി ഷാഫി ഖാൻ, ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ, നഴ്സിംഗ് സൂപ്രണ്ടുമാരായ കെ സുധ, SM ബിന്ദു, ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ, സുസ്മിത, രശ്മി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്യാബേജ്, വയലറ്റ് ക്യാബേജ്, കോളിഫ്ലവർ, കാന്താരി, പച്ചമുളക്, തക്കാളി, വെണ്ട, ചീര അടക്കമുള്ള തൈകളാണ് വിതരണം ചെയ്തത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. HSLM MLA പുതുതായി നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. 9ാം വാർഡിലെ അയ്യങ്കാളി ജംഗ്ഷൻ 8 ചിറ റോഡാണ് ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. HSLM MLA പുതുതായി നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത് ഇതുപോലെയുള്ള പ്രദേശമാകുമ്പോൾ റോഡ് പണിയാൻ സാധാരണ പ്രദേശത്തെക്കാൾ അല്ലെങ്കിൽ സമനിരപ്പുള്ള ഭാഗത്തെക്കാളും കുറച്ചുകൂടി അധികം പൈസ ആവശ്യമായിട്ട് വരും. അങ്ങനെ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചാണ് നമ്മുടെ ഇത്തരം പ്രദേശങ്ങളിലെല്ലാം ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എത്ര വ്യത്യാസം സംഭവിച്ചു എന്നുള്ള കാര്യം ഏതാണ്ട് ഇവിടെ പങ്കെടുത്ത മിക്കവാറും എല്ലാവർക്കും അറിയാൻ കഴിയും. വിശേഷിച്ച് അല്പം മുതിർന്ന ആളുകൾക്കെല്ലാം നമ്മുടെ ഈ ചുറ്റുവട്ടത്തെ ഈ റോഡ് വികസന കാര്യത്തിന് മാത്രം എടുത്തു നോക്കിയാൽ എത്ര വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു എന്ന് കാണാം. 9ാം വാർഡെടുത്താലും അപ്പുറത്ത് 8ാം വാർഡെടുത്താലും തെക്കേ ഭാഗത്തെ അമ്പലപ്പുഴ സൗത്ത് പഞ്ചായത്തിന് 4ാം വാർഡ് നോക്കിയാലും അപ്പുറത്ത് കട്ടക്കുഴി 3ാം വാർഡ് നോക്കിയാലും ഇതെല്ലാം കാണാൻ പറ്റും. ഈ വാർഡുകൾക്കെല്ലാം ഉള്ള പ്രത്യേകത അവിടുത്തെ വഴികൾ ചിറകളാണ്. പാടശേഖരത്തിന് ചുറ്റുമുള്ള ചിറകളാണ്. താമസിക്കുന്നിടം നോക്കി അതായിരിക്കും, അല്ലെങ്കിൽ വഴികൾ നോക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൂടുതലായി അങ്ങനെയുള്ള ഭാഗമാണ്. അയ്യങ്കാളി ജംഗ്ഷന് സമീപം ചേർന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം P അഞ്ജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ദീപ, സ്ഥിരം സമിതി അധ്യക്ഷ ലേഖമോൾ സനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V അനിത, അംഗം റസിയ BV, വിവിധ സംഘടനാ ഭാരവാഹികളായ PS ബിജു, NP ഗോപി, MO ആന്റണി, ലാലിച്ചൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം പ്രജിത് കാരിക്കൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ മികച്ച ലൈബ്രറിയന് സ്വീകരണം നൽകി. അമ്പലപ്പുഴ MLA H സലാം സ്വീകരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ മികച്ച ലൈബ്രറിയന് സ്വീകരണം നൽകി. ലൈബ്രറി കൗൺസിലിൽ 1ാമത്തെ ലൈബ്രറിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട അമ്പലപ്പുഴ PK മെമ്മോറിയൽ ലൈബ്രറിയിലെ ലൈബ്രറിയൻ സ്മിതയെയാണ് അക്ഷരായനം സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുത്തത്.
എച്ച് സലാം MLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മറ്റേതെങ്കിലും ഒരു അവാർഡ് പോലെയല്ല. ഇവിടെ ലൈബ്രറിമാരുടെ പ്രയാസകരമായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ അന്വേഷണവും സ്വാഗത പ്രസംഗവും പറഞ്ഞു. നിങ്ങളെ കിട്ടുമ്പോൾ ഇത് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാവുക എന്ന് അവർക്കറിയാം. അവരൊന്നും ഞാനതൊന്നും നേരം പറയുന്നില്ല ഈ ചടങ്ങിൽ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പറഞ്ഞതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റേതെങ്കിലും ഒരു സാധാരണ നമ്മുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള ജോലി പോലെയുള്ള ജോലിയല്ല നിങ്ങൾ ചെയ്യുന്നത്. എത്ര വലിയ ശമ്പളം ലഭിക്കുന്ന ജോലി ചെയ്തതിനേക്കാളും വളരെയേറെ മൂല്യവത്തായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് ലൈബ്രറിയൻ എന്ന ആ പോസ്റ്റിൽ നിന്ന് അത് നിർവഹിക്കപ്പെടും നിങ്ങൾക്ക് ഉള്ളൊരു വലിയ പ്രാധാന്യം. അതൊരു ചെറിയ കാര്യമില്ല. നമ്മുടെ ഒരു ജീവിതത്തിലൊരു സഹായകരമായിട്ടൊരു പക്ഷേ അത് മാറുന്നുണ്ടാവും. ഒരു ചെറിയ വരുമാനമാണെങ്കിലും നമുക്കൊരു സഹായമായിരിക്കും. പക്ഷെ മറ്റേതൊരു മേഖലയിലും ചെയ്യാൻ കഴിയുന്ന ഒരു സർവീസ് അല്ല നിങ്ങൾ ചെയ്യുന്ന സർവീസ് എന്നുള്ളത്. അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ മൂല്യം അളക്കുമല്ലോ, അല്ലെങ്കിൽ പല ജോലിയും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിടമല്ല നമ്മുടെ ലൈബ്രറികളും അവിടെ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്നുള്ള ഒരു വലിയ പ്രാധാന്യവും ശ്രേഷ്ഠതയും നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിശ്ചയമായിട്ടുണ്ട്. നിങ്ങളേതാണ് എല്ലാ പേരും ഒരു അക്ഷരസ്നേഹി കൂടി ആയതുകൊണ്ട് കൂടിയാണ് നിങ്ങൾ ഈ ജോലിയിലേക്ക് വരിക. അല്ല ഏതെങ്കിലും ഒരു പണിതീട് നടന്നിട്ട് പണിക്ക് വന്നിരിക്കുന്നതായിരിക്കില്ല. 90% പേരും പുസ്തകത്തോട്, അക്ഷരത്തോട്, അറിവിനോട് ഒക്കെ ഒരു താല്പര്യം കൂടി ഉള്ളിലുള്ള. ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജി കൃഷ്ണകുമാർ ഉപഹാര സമർപ്പണം നടത്തി. KSLU ജില്ലാ പ്രസിഡന്റ് ജെ ജയലാൽ ചടങ്ങിൽ അധ്യക്ഷനായി. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ M മാക്കിയിൽ, സെക്രട്ടറി T തിലകരാജ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് CK രതികുമാർ, സെക്രട്ടറി സീമ ശാന്തപ്പൻ, അമ്പിളികല വത്സലകുമാരി, രേവമ്മ വിജയൻ, PK മെമ്മോറിയൽ ഗ്രന്ഥശാല സെക്രട്ടറി NS ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ലൈബ്രറിയൻ R സ്മിത സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. 90 വയസ്സ് പിന്നിട്ട കൊറ്റംകുളങ്ങര ലൈബ്രറിയിലെ ലൈബ്രറിയൻ N കുമാരപ്പണിക്കരെ സമ്മേളനത്തിൽ അനുമോദിച്ചു. KSLU ജില്ലാ സെക്രട്ടറി KV ഉത്തമൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണത്തിന്റെ കുതിപ്പ് തുടരുന്നു. ഗ്രാമിന് 7,945 രൂപയും പവന് 63,560 രൂപയുമാണ് തിങ്കളാഴ്ചത്തെ സ്വർണത്തിന്റെ വില. സ്വർണവിലയോടൊപ്പം GST, പണിക്കൂലി, HUID ചാർജ് കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഉപഭോക്താവ് ഇനി 70,000 രൂപയോളം നൽകേണ്ടി വരും. വില കൂടിയാലും കുറഞ്ഞാലും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായിട്ടാണ് ഉപഭോക്താക്കൾ കണക്കാക്കുന്നത്. നിക്ഷേപ മൂല്യം എന്നതിലുപരി സ്വർണത്തെ ആഭരണങ്ങളായും നാണയങ്ങളായും കൈവശം വെക്കാനും ഉപഭോക്താക്കൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഡോളർ രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഓരോ സംസ്ഥാനങ്ങളിലും സ്വർണ്ണവില നിർണ്ണയിക്കപ്പെടുന്നത്. 7,705 രൂപയായിരുന്നു ഫെബ്രുവരി ആദ്യവാരത്തിലെ 1 ഗ്രാം സ്വർണത്തിന്റെ വില. നിലവിലെ സ്വർണ്ണവിലയായ 63,560 രൂപയിൽ കുറഞ്ഞ പണിക്കൂലിയായ സ്വർണ്ണവിലയുടെ 5%, 3% GSTയും HUID ചാർജും കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഇനി ഉപഭോക്താവ് ഏകദേശം 70,000 രൂപയോളമാണ് നൽകേണ്ടി വരിക. അതേസമയം സ്വർണ്ണവിലയുടെ കുത്തനെയുള്ള കയറ്റം വിവാഹ പാർട്ടികളെ ആശങ്കയിലാക്കുന്നതോടൊപ്പം സ്വർണ്ണ വ്യാപാര മേഖലയിലെ ചെറുകിട വ്യാപാരികളെയും സാരമായിട്ടാണ് ബാധിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കേരള വാട്ടർ അതോറിറ്റി റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 11-ന് ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. കേരള വാട്ടർ അതോറിറ്റി റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 11-ന് ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹവേലി ബാക്ക് വാട്ടർ റിസോർട്ടിൽ രാവിലെ 10-ന് നടക്കുന്ന സമ്മേളനം മുൻ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി G സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ PP ചിത്തരഞ്ജൻ MLA മുഖ്യ പ്രഭാഷണം നടത്തും. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. വാട്ടർ അതോറിറ്റി റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് M രാധാകൃഷ്ണൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. കേരള വാട്ടർ അതോറിറ്റി ടെക്നിക്കൽ അംഗം TB ബിന്ദു, ചീഫ് എഞ്ചിനീയർമാരായ സൂരജ് നായർ, VK പ്രദീപ്, TV നാരായണൻ നമ്പൂതിരി,
സജീവ് രത്നാകരൻ, സൈജു പുരുഷോത്തമൻ, എം ലക്ഷ്മി തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിക്കും. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ 200ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അതോറിറ്റി റിട്ടയർഡ് എഞ്ചിനീയേഴ്സിൻ്റെ 7ാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴ നമ്മുടെ ഹവേലി ബാക്ക് വാട്ടർ റിസോഴ്സിൽ വെച്ച് നടക്കുകയാണ്. 11-ാം തീയതി രാവിലെ 11 മണിയോടുകൂടിയാണ് നമ്മുടെ പ്രോഗ്രാം ചാർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളത്. രാവിലെ 9:30 രജിസ്ട്രേഷൻ ഒക്കെ ആരംഭിക്കുന്നു. നമ്മുടെ ആദരണീയനായ മുൻ മന്ത്രി ശ്രീ ജി സുധാകരൻ സാറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്. അദ്ദേഹത്തിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആലപ്പുഴയുടെ ആരാധ്യനായ MLA ശ്രീ PP ചിത്തരഞ്ജൻ, ബഹുമാനിയായ ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി KK ജയമ്മ 3 പേരെയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ഒരു 200-നടുത്ത് അംഗങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സംസ്ഥാന വ്യാപകമായിട്ട് ഉള്ള സ്വാഗത സംഘം ചെയർമാൻ വി ചന്ദ്രശേഖരൻ, M ദേവരാജ്, B ഷാജി, TN ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ നിന്നും കോഴിക്കോട്ടേക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചു. കോവിഡ് കാലത്ത് മുടങ്ങിയ സർവീസാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. H സലാം MLA, PP ചിത്തരഞ്ജൻ MLA എന്നിവരുടെ നിരന്തര ഇടപെടലിലാണ് ബസ് സർവീസ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല നടത്തി. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുനിൽകുമാർ ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. H സലാം MLA പുതുതായി നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ മികച്ച ലൈബ്രറിയന് സ്വീകരണം നൽകി. അമ്പലപ്പുഴ MLA H സലാം സ്വീകരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.